ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന ഫലവൃക്ഷമാണ് അമ്പഴം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്പഴം. അമ്പഴം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡ് അമ്പഴങ്ങൾ ഇവിടെ കിട്ടും. അതനുസരിച്ച് നമ്മൾ ഹൈബ്രിഡ്, അതായത് ബഡ് ചെയ്ത തൈ, ഇത് ബഡ് ചെയ്ത് കിട്ടിയ ഒരു തൈയായിരുന്നു. പക്ഷേ എന്തോ ഈ ബഡ് ചെയ്തപ്പം ബഡ് വുഡ് നമുക്ക് അതിൽ നിന്നുള്ള കിളിപ്പല്ല കിട്ടിയത്, മദർ വുഡാണ് ഇത് കിളുത്ത് കയറിപ്പോയത്. പക്ഷേ ഇത് വലിയ മരമായിരുന്നെങ്കിൽ തന്നെ ഇതിനകത്ത് ഈ മോതിരവളയൻ അടിക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ് കൃഷിയിൽ. അതായത് ഇതിൻ്റെ ചുറ്റിനും വളയം അടിച്ചിട്ട് ഈ തൊലിയെടുത്തങ്ങ് കളയുമ്പോൾ കായ്ക്കുമെന്നിങ്ങനെ ഒരു അറിവുണ്ട് നമുക്ക്. ആ അറിവ് പരീക്ഷിച്ചതാണ് ഇത്. മോതിരവള അടിച്ച വർഷങ്ങളിലെല്ലാം തന്നെ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 തവണ നമ്മൾ മോതിരവള ഈ കഴിഞ്ഞ പ്രാവശ്യവും മോതിരവള ഇതിനകത്ത് ചെയ്തിരുന്നു. ഇതിനകത്ത് ഏകദേശം ഒരു 4-5 കിലോയോളം ഇത് അമ്പഴ ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ ഉപ്പിലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം വളരെ മാങ്ങയെക്കാട്ടിലൊക്കെ വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് അമ്പഴം എന്ന് പറയുന്നത്. അതുപോലെ ഔഷധ ഗുണവും കൂടിയ സാധനമാണ് അമ്പഴം. ഇതാണ് നമുക്ക് വന്നൊരു ചെറിയൊരു പിഴവ്. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബഡ് തൈയിൽ തന്നെ വരണ്ടേ. പക്ഷേ മദർ വുഡ് ആയതുകൊണ്ട് പിന്നെ അത് കായ്ക്കുകയില്ല. കായ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് ഈ മോതിരവളയൻ കിട്ടുക. അതിപ്പം ആദ്യമൊക്കെ നമ്മൾ അതിനൊരു സങ്കല്പത്തിൽ ഇങ്ങനെ വരുമോ എന്നൊക്കെ സംശയമായിരുന്നു. പക്ഷേ ഞങ്ങൾ പരീക്ഷിച്ച് നമുക്കത് അനുഭവബോധ്യമായതാണ്. അങ്ങനെ ഇതിൽ നിന്ന് അമ്പഴങ്ങ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഓക്കെ.